ഇന്ന് രാത്രി യശസ്വി ജയ്സ്വാളിന് കിടന്ന ഉറക്കം വരില്ല കേട്ടോ. അമ്മരി പറ്റല്ലേ പറ്റിയത്. യശസ്വി ജയ്സ്വാളിനെ കൂടാതെ 4 പേരും കൂടിയാണ് ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. അതിൽ 2 പേര് ഒരു സെഞ്ചുറി, ഒരു 50 ഔട്ടായി. ഇനി ബാക്കി 2 പേര് ഒരു സെഞ്ചുറി, ഒരു 50 നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയാണ്. ജയ്സ്വാൾ മാത്രം 24 റണ്ണും എടുത്ത് രാവിലെ അങ്ങ് മടങ്ങി. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ബാക്കിയുള്ള ആൾക്കാർ സെഞ്ചുറിയും 50 അടിക്കുന്നത്. ഗതികെട്ട അവസ്ഥയാണ്. യശസ്വി ജയ്സ്വാളെ ഈ പരിപാടി കൊണ്ട് നടക്കൂല കേട്ടോ. ഓൾറെഡി എന്താണ്, നിങ്ങൾ T20യിലില്ല, ODIയിലില്ല, ഒന്നുമില്ല, ആകെ ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ടെസ്റ്റാണെങ്കിൽ ഇന്ത്യ വല്ലപ്പോഴും ഒരെണ്ണമാണ് കളിക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോട് തന്നെ ഒരേ ഒരു ടെസ്റ്റ് മാച്ചേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ പെർഫോം ചെയ്യുക ഉള്ളതാണ്. ഞാൻ അഗ്രസീവ് ബാറ്റ്സ്മാനാണ്, പണ്ട് ഞാൻ കുറേ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലപ്പോഴും കിട്ടുന്ന അവസരം പ്രകടനം കാഴ്ചവെച്ചാൽ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ടല്ലോ അതാ പുതിയ T20 ടീമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ വേൾഡ് കപ്പ് നേടിയ ക്യാപ്റ്റൻ അവരെടുത്ത് തോട്ടിക്കളഞ്ഞു. ഇഷ്ടംപോലെ ബാക്കപ്പ് പ്ലേയേഴ്സാണ് ഉള്ളത്. സോ സൂക്ഷിച്ചാൽ ജയ്സ്വാളിന് കൊള്ളാം, അത്രേ പറയാനുള്ളൂ. ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ന്യൂ ചണ്ഡീഗഡിൽ ആണ് മത്സരം നടക്കുന്നത്. ഒരു പുതിയ വെന്യൂ കൂടിയായി ഇന്ത്യൻ ടെസ്റ്റ് ഭൂപടത്തിൽ അല്ലേ. ടോസ് ജയിച്ച ശുഭ്മാൻ ഗിൽ ഒരു മടിയും വിചാരിക്കാതെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോഴും അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റനും പറഞ്ഞത് യെസ് ഞാനും ബാറ്റിംഗ് എടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, പക്ഷേ ഗില്ല് കൊണ്ടുപോയില്ലായിരുന്നു. ഇന്ത്യ, ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇന്ത്യൻ 11 കുറിച്ചിട്ട്. അതായത് IPL മീൻസ് നമ്മുടെ ശുഭ്മാൻ ഗില്ലിൻ്റെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിലെ ഒരുപാട് ആളുകൾ, 6 ആളുകളാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൗതുകപരമായ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അല്ലാതെ വലിയ വിവാദമാക്കാനായിട്ട് ഇട്ടതൊന്നുമല്ല. എന്ത് തന്നെയായാലും മാനവ് സുത്താർ എന്ന് പറഞ്ഞിട്ടൊരു ലെഫ്റ്റ് ആം ഓൾറൗണ്ടർ, ബൗളിംഗ് ഓൾറൗണ്ടർ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. 24 വയസ്സുകാരനാണ്, പയ്യനാണ്. രവീന്ദ്ര ജഡേജയ്ക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമം എന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. അക്സർ പട്ടേൽ ഉണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് വേറെ പകരക്കാരൻ എന്നറിയുന്നില്ല. എന്തുതന്നെയായാലും ആൾക്കൊരവസരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആക്ച്വലി ഇപ്പം നമുക്ക് എന്താ പറയുക, ടെസ്റ്റ് ടീമിനെ വെച്ചിട്ട് കഴിഞ്ഞ സീരീസിനേക്കാളും നല്ല ടീമാണിതെന്നോ മോശം ടീമാണെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ടെസ്റ്റ് ടീം എന്താണെന്ന് നമുക്കും അറിയില്ല, ടീം മാനേജ്മെൻറ്റിനും അറിയില്ല, ക്യാപ്റ്റനും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും പോയല്ലോ. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്രൻ, അശ്വിൻ എല്ലാം പോയപ്പോഴത്തേക്കും ഇനി പുതിയ ഇവരെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിച്ചൊന്ന് സെറ്റാവണം. അതിന് ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ടീം ഇറങ്ങി അതങ്ങ് കൂട്ടിയാൽ മതിയല്ലോ. പക്ഷേ ഇത് അത്രയ്ക്കൊരു എന്താ പറയുക, ഇന്ത്യൻ ബാറ്റിങ്ങിനെ അത്രയൊരു പരീക്ഷിക്കുന്ന ബൗളിംഗ് നിര അഫ്ഗാനിസ്ഥാൻ ഇല്ലാതായിപ്പോയി. അസ്മത്തുള്ള ആദ്യം ഓവറുകൾ കുറച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ബാക്കി ആർക്കും വലിയ സെറ്റപ്പിലൊന്നും ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ബാറ്റിംഗ് പ്രാക്ടീസ് പോലെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഈ മത്സരം കരുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയ്സ്വാൾ ആദ്യം കുറച്ച് ഷോട്ടൊക്കെ അടിച്ച് പറഞ്ഞ പോലെ പുള്ളി അങ്ങ് പോയി. പക്ഷേ പിന്നീട് സായി സുദർശനും KL രാഹുലും 139 റൺസ് പാർട്ട്ണർഷിപ്പ്, അടിപൊളി ഒരു പാർട്ട്ണർഷിപ്പ്. ചെറിയ ചാൻസൊക്കെ ചെറുതായിട്ട് മിസ്സായി, എസ്പെഷ്യലി KL രാഹുലിൻ്റെ ഒരു എഡ്ജ് കീപ്പർ പറഞ്ഞില്ല, ബോളർ പറഞ്ഞില്ല, ഫീൽഡർ പറഞ്ഞില്ല. അപ്പോൾ KL രാഹുൽ വിചാരിച്ചു പിന്നെ നിങ്ങൾ ആരും അറിയാത്തപ്പോൾ ഞാൻ പറയണോ എന്ന് ഓർത്തിട്ട് അറിയാത്ത പോലെ നിന്നു. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടൽ പെട്ടു. പിന്നെ ഒരു LBW ചാൻസും ഉണ്ടായിരുന്നു, അത് ബോളർ അപ്പീൽ ചെയ്യാനേ നിന്നില്ല. അപ്പോൾ അമ്പയർ വിചാരിച്ചോ പിന്നെ നിങ്ങൾ അപ്പീൽ ചെയ്ത് പിന്നെ ഞാൻ ഔട്ട് കൊടുക്കണം. അങ്ങനെ 2 ചാൻസ് KL രാഹുലിൻ്റെ വഴി കിട്ടി. പിന്നെ ഒരു ക്യാച്ചൊക്കെ മിസ്സായി, സായി സുദർശൻ്റെയും 1-2 ക്യാച്ചൊക്കെ മിസ്സായി. എങ്കിലും നല്ല പേഷ്യൻസോടുകൂടി നല്ല ബാറ്റിംഗ് പ്രാക്ടീസ്. IPLൻ്റെ അറ്റാക്കിംഗ് മോഡൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു പ്രോപ്പർ ടെസ്റ്റ് മാച്ച് തന്നെയാണ്. KL രാഹുൽ അദ്ദേഹത്തിൻ്റെ അത്ര ഫ്ലുവൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു പ്രോപ്പർ ടെസ്റ്റ് ഇന്നിങ്സ് തന്നെയായിരുന്നു. സായി സുദർശൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 81 റൺസാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് 5-6 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്, 3 50 അടിച്ചിട്ടുണ്ട്, ഒരു 87 ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും ഇന്നത്തെ ഇന്നിങ്സ് ആയിരുന്നു ഇതുവരെ പുള്ളി കളിച്ചാൽ ഏറ്റവും മികച്ച ഇന്നിങ്സ്. കിട്ടില്ല, അത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. IPLയിൽ പുള്ളി 600-700 ഒക്കെ റൺസ് കഴിഞ്ഞ കുറേ സീസണൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ബോറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്, ഒരു രസമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റർടൈം ഇല്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, വിരോധപ്പെട്ടവരൊക്കെ. പക്ഷേ ഈ ടെസ്റ്റിലേക്ക് വന്നപ്പോൾ പുള്ളിൻ്റെ ഈ ഷോട്ടുകളും നിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അടിപൊളി ഷോട്ടുകളൊക്കെ ആയിരുന്നു, ഓഫ് സൈഡിലേക്കുള്ള കിടിലൻ ഷോട്ടുകളൊക്കെ കണ്ടു. രസമുള്ള അടിപൊളി ഇന്നിങ്സ് ആയിരുന്നു. സായി സുദർശൻ കുറച്ചും കൂടി ചാൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും. മീൻസ് കാരണം നമ്മളിങ്ങനെ വൺ ഡൗണിൽ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കവിടെ ആളില്ല അല്ലേ. പരീക്ഷണം തന്നെയാണ്, അതൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
വരുൺ നായരെ കൊണ്ടുവന്നു, അങ്ങനെ പലരെയും കൊണ്ടുവന്ന് ഇറക്കി, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഇതാ സായി സുദർശൻ ഫോമിലായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ ദേവദത്ത് പഠിക്കലിനെ വിട്ടിട്ടുണ്ട്. പക്ഷേ സായി സുദർശന് ഈ വൺ ഡൗണിൽ കുറച്ചും കൂടി ഒരു അവസരങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. പുള്ളിക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. കാലിബർ ഉള്ളതായിട്ടാണ് നമുക്ക് ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പിച്ചുകളിലെങ്കിലും കാലിബർ ഉള്ളതായിട്ടാണ് ഇന്നത്തെ ഇന്നിങ്സ് അപ്പോൾ തോന്നിയത്. ഏതായാലും സെഞ്ചുറി അടിക്കാൻ സായി സുദർശന് കഴിഞ്ഞില്ല, 81 ഔട്ടായി. പിന്നീട് KL രാഹുലും ഗില്ലും കൂടി ഒരു 67 റൺ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ KL രാഹുൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കുന്നു. സെഞ്ചുറി പൂർത്തിയാക്കി ഉടനെ മടങ്ങുന്നു. പിന്നീടാണ് ഋഷഭ് പന്ത് വരുന്നത്. ഇന്നലത്തെ പ്രസ് മീറ്റ് കണ്ടിരിക്കുമല്ലോ നമ്മുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെ. അദ്ദേഹം എടുത്തു പറഞ്ഞു, ഋഷഭ് പന്ത് ഒരു നാച്ചുറൽ അറ്റാക്കിംഗ് പ്ലെയർ ആണ്, പക്ഷേ സാഹചര്യം നോക്കി വേണം അദ്ദേഹം കളിക്കാൻ. അല്ലാതെ ചുമ്മാ വരുന്ന വഴി കാടം വീശി ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു വാണിംഗ് പോലെ ആയിരുന്നു ആക്ച്വലി ഗൗതം ഗംഭീർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റിലോ എന്തോ ഋഷഭ് പന്ത് വന്ന് കുറച്ച് നേരം പുള്ളിക്കൊരു ലെക്കില്ല കാലം കിട്ടാത്ത കളിയായിരുന്നു. 120 പുള്ളി 4-5 റണ്ണാണ് എടുത്തത്. അതും ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഷോട്ടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? പുള്ളിക്ക് അടിക്കണോ അതോ മുട്ടണോ, ഇതേതാ സാഹചര്യം, ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യമാണല്ലോ, അടിക്കണോ അല്ല വേണ്ട ഞാൻ ഔട്ടായ പ്രശ്നമാവും, ഇങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ പ്രശ്നം തലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി അടിച്ചില്ല, കുറേ നേരം അടിച്ചില്ല. പിന്നെ എപ്പോഴോ കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളിക്ക് ഒന്ന് പോയി പാഞ്ഞ് നോക്കി, ഞാൻ എൻ്റെ കളിയില്ല, പിന്നെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്പിന്നറെ 3 സിക്സറിന് ഓരോ ഓവർ തന്നെ കണ്ട് അടിച്ചു. അതോടുകൂടി പുള്ളി ഒന്ന് സെറ്റായി. പുള്ളിൻ്റെ നാച്ചുറൽ ഇന്നിങ്സ് കളിച്ച് അങ്ങനെ ഒരു 50-ലെത്തി നിൽക്കുന്നുണ്ട്. 50 നോട്ട് ഔട്ട്. എന്നാലും ദ റിയൽ ഋഷഭ് പന്തിൻ്റെ ഇന്നിങ്സാണ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. കുറച്ചും കൂടി ഒരു കോൺഷ്യസ് ആയിട്ട് കളിക്കുന്നവർക്ക് തോന്നി ചിലപ്പം നല്ലതിനായിരിക്കാം അല്ലേ. ഒന്നാമത് ഒരു ഫോർമാറ്റിലല്ലേ ഇപ്പോൾ ഉള്ളൂ. അപ്പം വളരെ ഈസിയാണ് അവിടെ നിന്ന് എടുത്ത് കളയാനായിട്ട്. അതുകൊണ്ട് കുറച്ച് നോക്കി കണ്ടൊക്കെ കളിക്കട്ടെ. ഇന്ത്യക്കല്ലേ അൾട്ടിമേറ്റ്ലി ഗുണമുണ്ടാവാൻ പോകുന്നത് അല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിൻ്റെ 11ാമത്തെ സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ക്യാപ്റ്റനായിട്ട് 6ാമത്തെ സെഞ്ചുറിയാണ്. ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് 90 മേലെയാണ്. ക്യാപ്റ്റനായ ശേഷം ബാറ്റിംഗ് ഫോം, സാധാരണ ക്യാപ്റ്റനായി കഴിയുമ്പോൾ ക്യാപ്റ്റൻസി ഭാഗം കൊണ്ട് ബാറ്റിംഗ് ഫോമാണ് പലരുടെയും നഷ്ടപ്പെടുന്നത് അല്ലേ, സൂര്യകുമാർ യാദവിൻ്റെ കാര്യങ്ങളിലെ. പക്ഷേ ഇത് ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴത്തേക്കും സെഞ്ചുറി ഇംഗ്ലണ്ടിൽ തുടങ്ങിയതാണല്ലോ. പക്ഷേ ടീം അങ്ങനെ അത്ര വിജയിക്കുന്നില്ല. എങ്കിലും ശുഭ്മാൻ ഗിൽ ഫോമിൽ തന്നെയാണ്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്ത് കൂടി 121 റൺസിൻ്റെ അൺബീറ്റൻ പാർട്ണർഷിപ്പോട് കൂടി അവിടെ നിൽപ്പുണ്ട്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 എന്ന നിലയിലാണ് ഇന്ത്യ. അതിശക്തമായ നിലയാണ്, അതിശക്തമായ നില. ഇനി ധ്രുവ് ജുറേൽ ഇറങ്ങാനുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ ഒരു 550-600 അടുത്തായിരിക്കും ചിന്തിക്കുന്നത്. ഒരു ഇന്നിങ്സ് ബാറ്റ് ചെയ്യുക, അല്ലാതെ ഇനി അടുത്ത ഇന്നിങ്സ് ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു 600 അടുത്ത് റൺ എടുത്ത് അഫ്ഗാനിസ്ഥാനെ 2 പ്രാവശ്യം ഔട്ടാക്കി ഇന്നിങ്സ് വെച്ച് അതായിരിക്കും ഇന്ത്യ ചിന്തിക്കുന്നുണ്ടാവുക. നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ അതിനുള്ള അവസരം ഉണ്ട്. ഈ 368 എന്നുള്ളത് മോസ്റ്റ് റൺസ് ഓഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് എ ടെസ്റ്റ് ഇൻ ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. പക്ഷേ ഈ 368 എന്നുള്ളത് 85 ഓവറിലാണ്. 90 ഓവർ കളിച്ചാൽ ചിലപ്പം കുറച്ചുകൂടി മേലോട്ട് എത്തിയാൽ. ഏറ്റവും കൂടുതൽ 417 ശ്രീലങ്കയ്ക്കെതിരെ 2009. എന്താണെങ്കിലും ബാസ് ബോൾ മറ്റേ ബോൾ മറിച്ച ബോൾ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അവകാശപ്പെടുത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല റൺ റേറ്റിൽ 4.33 റൺ റേറ്റിലാണ് ഇന്ത്യ സ്കോർ ചെയ്തത്. ഇത് നാളെ ഒരു വരെ തുടർന്നു കഴിഞ്ഞാൽ 600 കഴിഞ്ഞ് ഇന്ത്യ എത്തും. ഒരു വലിയ സർവാധിപത്യം നേടാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളുള്ളതൊന്നുമല്ല, എങ്കിലും ഒരു ആത്മവിശ്വാസമല്ലേ അല്ലേ. ഒരു വിജയം ആരാഗ്രഹിക്കാത്ത, പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡൊക്കെ ഇന്ത്യ വന്ന് ഇന്ത്യനെ തകർത്തു പോയതാണ്. വൈറ്റ് വാഷ്. അതിൻ്റെയൊക്കെ ക്ഷീണം മാറണമെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നേടണം. അതിന് എതിർ ടീം ആരാണ് നിങ്ങൾ നോക്കുന്നേയില്ല.